എന്താ മോളെ, അപ്പനെ അമ്മയും വിഡ്ഢിയാക്കാമെന്ന് കരുതിയല്ലേ? നാൻസിയുടെ വേറെ തന്നെ ഒരു മുഖമായിരുന്നു അപ്പോൾ റോസ് കണ്ടത്. എന്തമ്മച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, റോസ് പരിഭ്രമത്തോടെ പറഞ്ഞു. ആരോടാടി നീ മാസക്കണക്കിന് ഈ രാത്രി ഫോൺ വിളിച്ച് സൊല്ലുന്നത്? ആരോടാണെന്ന് അവർ അലറി. റോസ് പേടിച്ചുകൊണ്ട് തൻ്റെ വാപ്പുത്തി പിടിച്ചു. അമ്മച്ചി, ഞാൻ, അവൾ വെപ്രാളത്തോടെ തപ്പിത്തടഞ്ഞു. നിന്നെ പെറ്റ തള്ളയാടി ഞാൻ. നിനക്കൊക്കെ ചെറിയൊരു മാറ്റം വന്നാൽ പോലും എനിക്ക് മനസ്സിലാവും. ആ മാപ്പിള ചെറുക്കനാണോ നിന്റെ കാമുകൻ? പുച്ഛഭാവത്തോടെ അവർ ചോദിച്ചതും റോസ് ഞെട്ടലോടെ അവരെ നോക്കി. അമ്മച്ചി എല്ലാ സത്യവും മനസ്സിലാക്കിയിരിക്കുന്നു. തൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്കിരുന്നു. അമീറിനെ എനിക്കിഷ്ടം അമ്മച്ചി. ഞങ്ങൾ സ്നേഹിച്ചു പോയി. അവൾ വാക്കുകൾ പറയാൻ കിട്ടാതെ ഇടറിയതും അവളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് നാൻസി അവളെ എഴുന്നേൽപ്പിച്ചു. വേറെ ആണുങ്ങളെയൊന്നും നീ കണ്ടില്ലേ? നിന്നേക്കാൾ പ്രായത്തിനില്ല ചെക്കനെയാണോ നിനക്ക് കിട്ടിയത്? പ്രായം പോട്ടെ, മതമോ? നിന്നെയൊക്കെ ഇത്രയും കാലം ഞാനും നിന്റെ അപ്പനും കൂടി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വലുതാക്കിയത് ഇതുപോലെ അന്യമതസ്ഥന് കൊടുക്കാനാണല്ലോ. ചതിച്ചില്ലേടി നീ? നാൻസി ദേഷ്യത്തിൽ ഉറഞ്ഞുതുള്ളി. അമ്മച്ചി, പ്രായം അത് ഞാനാദ്യം ഇഷ്ടപ്പെടുമ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്നേക്കാൾ ചെറുതാണ് എന്ന്. പക്ഷെ സ്നേഹിച്ചു പോയി ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളെ പിരിക്കല്ലേ അമ്മച്ചി? അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. നിന്റെ ഒരു പ്രേമം 18 വയസ്സ് കഴിഞ്ഞ് അവൻ എന്നുപോലെ എനിക്ക് സംശയമാണ്. പിന്നെ നിനക്കോ 20-21 ആയിക്കണം. അപ്പോഴേക്കും അപ്പനെയും അമ്മയും മറന്ന് ഇതുപോലെയുള്ള കുടുക്കിലെല്ലാം പോയി ചാടണം. ഇതാണല്ലോ ആ തള്ളയും മോനും നമ്മുടെ ആൾക്കാരായി തന്നെ വന്നത്. ചിലപ്പോൾ നിന്നെയൊക്കെ മതം മാറ്റി അവരുടെ സംഘത്തിൽ ചേർക്കാനായിരിക്കും. തള്ളയും കൊള്ളാം, മോനും കൊള്ളാം, ദേഷ്യത്തിൽ നാൻസി പറഞ്ഞു. അമ്മച്ചി, ഉമ്മയെപ്പറ്റി അങ്ങനെയൊന്നും പറയല്ലേ. ഉമ്മയും അമീറും പാവമാ. ഞാനാണ് അവൻ്റെ പിന്നാലെ പോയത്. ഞാനാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. നിന്നെയൊക്കെ ഇല്ലാത്ത കാശ് മുടക്കി ആ സിസ്റ്റർമാരോട് കാല് പിടിച്ചിട്ടാണ് കുറഞ്ഞ ഫീസിൽ ഞാനും നിന്റെ അപ്പനും കൂടി നിന്നെ നഴ്സിംഗ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെയും സമുദായക്കാരും എല്ലാം വെറുപ്പിച്ചു നീ ഒരു മാപ്പിള ചെക്കനെ പ്രേമിക്കുന്നു. നടക്കില്ല റോസ് മോളെ. നിന്റെ അമ്മച്ചി ജീവനോട് നിൽക്കുമ്പോൾ നടക്കില്ല. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും നീ ഒരുത്തിയേ ഉള്ളൂ. ഇത്രയും കാലം അന്തസ്സോടെയും അഭിമാനത്തോടെയുമാണ് ഞാനും എൻ്റെ കെട്ടിയവനും ജീവിച്ചത്. നീയായിട്ട് അത് കളഞ്ഞാൽ ആത്മഹത്യ ചെയ്യും ഞാൻ ഒറ്റയ്ക്കല്ല. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ തകർന്നു പോകുന്ന എൻ്റെ കെട്ടിയവനുണ്ടല്ലോ, അങ്ങേരെ കൂടി വിഷം കൊടുത്തു കൊല്ലും ഞാൻ. ഇതുപോലെ ഒരെണ്ണത്തിന് പ്രസവിച്ചു ചീത്തപ്പേര് കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഇത്രയും പറയുമ്പോഴേക്കും നാൻസി ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ നിലത്തേക്ക് കരഞ്ഞു വീണിരുന്നു. അമ്മച്ചി, കരഞ്ഞുകൊണ്ട് റോസ് അമ്മയോട് അടുത്തിരുന്നു. ഇന്നത്തോടെ നിർത്തണം റോസേ. നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ആ പാവം അപ്പച്ചനെ അറിയിക്കരുത്. ഇല്ലാത്ത കാശ് മുടക്കി നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന ഇതിനാണെന്ന് അറിഞ്ഞാൽ നെഞ്ചു പൊട്ടിച്ചാവും. എനിക്ക് നീ ഇന്ന് സത്യം ചെയ്യണം, ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യണം. നീ ആ മുസ്ലിം ചെറുക്കനുമായുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടുകൂടി ഉപേക്ഷിച്ചു എന്ന്. അമ്മച്ചി വിഭ്രാന്തിയോടെ പറഞ്ഞുകൊണ്ട് വേഗം എഴുന്നേറ്റ് അവളെയും കൂട്ടി താഴ്ത്തി മുറിയിലേക്ക് ചെന്നു. മാതാവിൻ്റെയും യേശുവിൻ്റെയും രൂപത്തിൻ്റെ ബൈബിളിൽ പിടിച്ചുകൊണ്ട് അവളുടെ നേരെ ചെന്നു. സത്യം ചെയ്, വാശിയോട് നാൻസി പറഞ്ഞപ്പോൾ റോസ് വായ പൊത്തിക്കരഞ്ഞു. എനിക്കിഷ്ടമാണ് അമ്മ. എനിക്ക് ആ ചെറുക്കനെ ചതിക്കാൻ പറ്റില്ല. എന്നെ കാര്യമാണ്. എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ വരെ തയ്യാറാണ് അവൻ. ഇപ്പോഴൊന്നും അല്ലല്ലോ, ഇനിയും കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞല്ലേ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുള്ളൂ. പ്രായവും മതവും പറഞ്ഞ് ഞങ്ങളെ പിരിക്കലേ അമ്മച്ചി. അമീർ പാവമാണ്. ഞാൻ മതം മാറാൻ അവരുടെ കൂടെ ചേരാനോ പോകുന്നില്ല അമ്മച്ചി. എനിക്ക് അമ്മീനെ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവൾ അമ്മച്ചിയുടെ കാലിലേക്ക് വീണു. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഞാനും നിന്റെ അപ്പനും ചത്താലും നിനക്ക് പ്രശ്നമില്ല അല്ലേ? നിനക്ക് നിന്റെ പ്രണയമാണ് വലുത്. ഇന്നലെയോ എന്നോ കണ്ട ഒരുത്തിന് വേണ്ടി നീ ഞങ്ങളെ മറന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ അഭിമാനത്തെപ്പറ്റി മറന്നു. നിന്റെ സ്വാർത്ഥതയെങ്കിൽ ഞങ്ങൾ മരിച്ചിരിക്കും. അങ്ങനെ നിന്റെ മുമ്പിൽ തോറ്റുതരാൻ നിന്റെ അപ്പനും അമ്മയ്ക്കും വയ്യ. നാൻസി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞതും അവൾ പേടിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റ് നിന്നു. അമ്മ, പ്ലീസ്. കരഞ്ഞുകൊണ്ട് അവൾ വീണ്ടും അവരുടെ കൈപിടിച്ചപ്പോൾ പോലും നാൻസി പതറിയില്ല. അവരുടെ മനസ്സിൽ അമീറും ഉമ്മയും തൻ്റെ മകളെ വശീകരിച്ച് അവരുടെ കൂട്ടത്തിൽ ചേർക്കാനായി വന്ന ഒരു ചെകുത്താനെ പോലെയാണ് അപ്പോൾ തോന്നിയത്. ഇപ്പോൾ നീ സത്യം ചെയ്താൽ ഇത് എൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ പ്രായത്തിൽ ഇതുപോലെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടങ്ങളുണ്ടാവും. അത് കുടുംബത്തിൽ ചേർന്നതല്ലെങ്കിൽ മറക്കേണ്ടത് പെൺകുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അമ്മമാരുടെയും. അപ്പനെയും അമ്മയെക്കാളും പ്രാധാന്യം ഒരുത്തന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം ഞങ്ങളെ മറന്നേക്കണം. നിനക്ക് ഞങ്ങളാണ് വേണ്ടതെങ്കിൽ ഈ ബൈബിളിൽ തൊട്ട് സത്യം ചെയ്യും. ഇനി ഒരിക്കലും ആ ചെറുക്കൻ്റെ പുറകെ നീ പോവില്ല. അമ്മച്ചി ബൈബിൾ മുന്നിൽ നീട്ടിയപ്പോൾ ആദ്യമായി ചെകുത്താനെ കണ്ട പോലെ ബൈബിളിൽ നോക്കി അവൾ രണ്ടടി പിന്നോക്കം നടന്നു. പ്ലീസ് അമ്മ, അവൾ വീണ്ടും കെഞ്ചി. പക്ഷേ അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നാൻസിയുടെ മുഖഭാവത്തിൽ നിന്നും റോസിന് മനസ്സിലായി താൻ തോറ്റിരിക്കുന്നു. അച്ഛൻ്റെ അമ്മയുടെയും സ്നേഹത്തിന് മുമ്പിൽ എല്ലാ പെൺകുട്ടികളും പോലെ താനും തോറ്റിരിക്കുന്നു. അവൾ ബൈബിളിൽ തൊട്ടു. ഞാൻ ഇനി ആമീറിൻ്റെ പുറകെ പോയില്ല. ഞങ്ങൾ തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ല. വിറച്ചുകൊണ്ട് അവൾ പറഞ്ഞു തീർത്തതും പെട്ടെന്നാണ് അവളുടെ ഇടതുകൈയിലുള്ള ഫോണിൽ അമീറിൻ്റെ മിസ് കോൾ വന്നത്.
ഫോണിൽ തെളിഞ്ഞ അവൻ്റെ ഫോട്ടോ കണ്ടതും അമ്മച്ചി ദേഷ്യത്തിൽ അവളെ നോക്കി. അവളുടെ കയ്യിൽ നിന്നും ഫോൺ ഒറ്റ വലിയിൽ നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവർ തൻ്റെ മുറിയിലേക്ക് പോയി. റോസ് വേഗം പോയി ആ ഫോൺ എടുത്തു. സ്ക്രാച്ച് വീണ് ആകെ 2 പാർട്ടായിരിക്കുന്നു. ഫോൺ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് അവൾ നിലത്തേക്ക് ഊർന്ന് ഇരുന്നു കരഞ്ഞു. ഇതൊന്നും അറിയാതെ ഒരുത്തൻ അവിടെ അവളെ നിർത്താതെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായിട്ടും അവളുടെ ഫോണിൽ നിന്നും സ്വിച്ച് ഓഫ് എന്ന് കേട്ടപ്പോൾ എന്തോ ഒരു പന്തികേട് അമീറിന് തോന്നി. രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ബാൽക്കണി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമീറിൻ്റെ പിന്നിൽ നിന്നും ഉമ്മ അവൻ്റെ മുതുകിൽ തലോടി. എന്താ ഒരു ഉഷാറ് കുറവ്? എക്സാം റിസൾട്ട് പേടിച്ചിട്ടാണോ അതോ വേറെ എന്തെങ്കിലും? ഉമ്മ ചോദിച്ചു. അവൻ ഉമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് ഉമ്മയെ ചേർത്ത് നിർത്തി. ഉമ്മയ്ക്ക് എന്താണ് തോന്നുന്നത്? അമീർ കുസൃതിയോട് ചോദിച്ചു. എന്തായാലും പരീക്ഷയല്ല, ഉമ്മ പറഞ്ഞു. പരീക്ഷയല്ല, പക്ഷെ വേറൊരു കാര്യം എൻ്റെ മനസ്സിലുണ്ടെന്ന് കൂട്ടിക്കോ. ഇപ്പോൾ എൻ്റെ ഉറക്കം കെടുത്തുന്നത് അതാ, അവൻ പറഞ്ഞു. ആരാൾ? ഉമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു പാവം കുട്ടിയെ ഉമ്മ, ഒരു ഉണ്ടപ്പക്രു, നല്ല ഉണ്ടക്കവിളും ഉണ്ടക്കണ്ണും ഒക്കെയുള്ള പെണ്ണ്. എന്നെ നല്ല പേടിയാ, പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ ജീവനാ. അമ്മി എന്ന് വിളിച്ചു കൊഞ്ചും. അവൻ റോസിനെ ഓർത്തുകൊണ്ട് പറഞ്ഞു. അതേതാ മോനെ ആ കുട്ടി? ഉമ്മ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതൊക്കെയുണ്ട് ഉമ്മ. ഉമ്മയോട് പറയാനാവുമ്പോൾ ഞാൻ പറയാം. എന്തായാലും ഇപ്പോൾ ആ കുട്ടിയാണ് എൻ്റെ ഓരോ ദിവസം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എൻ്റെ കൂടെയുള്ളത്. അവളുടെ അമ്മി എന്നുള്ള നീട്ടിയുള്ള വിളി കേൾക്കാൻ വേണ്ടി മാത്രമാണ് എന്നും അവളെ ഫോൺ ചെയ്യുന്നത്. ഇന്നെന്തോ ഫോൺ കണക്റ്റ് ആവുന്നില്ല, സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു. പഠിക്കുമായിരിക്കും അല്ലേ ഉമ്മ? അല്ലെങ്കിൽ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടാവും. പവർ കട്ട് കാരണം ചാർജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? ആമിർ തന്നെ ഓരോ കാരണങ്ങളായി വേവലാതിയോട് ഉമ്മോട് ചോദിക്കുമ്പോൾ തൻ്റെ മകന് വന്ന മാറ്റം വീക്ഷിക്കുകയായിരുന്നു അവർ. അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട് തോന്നുന്നു, ഉമ്മ കളിയോട് ചോദിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് കണ്ണു ചിമ്മി. കുറച്ച്, അമ്മി പറഞ്ഞു. രാത്രി സോളമൻ വന്നപ്പോൾ ആകെ മൂഡ് ഓഫായി ഇരിക്കുകയാണ് അമ്മയും മകളും. നാൻസിക്ക് വയ്യാത്തത് കൊണ്ടായിരിക്കുമെന്ന് കരുതി അയാൾ കൂടുതലൊന്നും ചോദിക്കാനും നിന്നില്ല. റോസ് തൻ്റെ ഫോൺ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. എത്ര നോക്കിയിട്ടും അവളെ കൊണ്ട് നടക്കുന്നില്ല. അമീർ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അവസാനമായിട്ടെങ്കിലും അവനോടൊരു വാക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അവളുടെ ഹൃദയം വേദനിച്ചു. എങ്ങനെയെങ്കിലും ഫോൺ നന്നാക്കണം, പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ല. രാവിലെ അപ്പനോട് പറഞ്ഞു തന്നെ ഫോൺ നന്നാക്കിപ്പിക്കണം. പക്ഷെ അമ്മച്ചി സമ്മതിക്കുമോ? അവസാനമായി സംസാരിക്കാനാണെന്ന് പറഞ്ഞു നോക്കാം. സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും റോസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുന്നിലായിട്ടുള്ള ഉണ്ണിയേശുവിൻ്റെ രൂപത്തിൽ നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു. എന്തിനാ കർത്താവേ എനിക്കുള്ളതല്ലെങ്കിൽ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ ആ പാവത്തിന് സ്നേഹിച്ചു പോയില്ലേ? അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടന്നു. എന്നാൽ അവിടെ ഒരുത്തൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കി കിടക്കുകയാണ്. അവളിൽ നിന്നൊരു മെസ്സേജ്, മിസ് കോൾ തനിക്ക് വരുന്നുണ്ടോ നോക്കി. പിറ്റേ ദിവസം അമീർ വീണ്ടും ഫോൺ വിളിച്ചു. പൊട്ടിയ ഫോണിൽ വെളിച്ചം വരുന്നുണ്ട്, പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല. റോസ് കരഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ചെന്നു. നാൻസിയുടെ മുഖം ഇപ്പോഴും മൂടിക്കെട്ടിയാണ് ഇരിക്കുന്നത്. അമ്മ, ഫോൺ നന്നാക്കണം, അവൾ പമ്മിക്കൊണ്ട് പറഞ്ഞു. എന്തിനാ വീണ്ടും ചെറുക്കൻ്റെ പിന്നാലെ പോകാനോ? ദേഷ്യത്തിൽ അവൾ പറഞ്ഞപ്പോൾ അതിന് മറുപടി എന്തു പറയണമെന്ന് അറിയാതെ അവൾ തലതാഴ്ത്തി നിന്നു. നാൻസി അവളെ മൈൻഡ് പോലും ചെയ്യാതെ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ബൈബിൾ തൊട്ട് സത്യം ചെയ്തതല്ലേ ഞാൻ, എന്തായാലും അത് പാലിക്കും. എന്നെ വിശ്വസിക്കണം പ്ലീസ്. എനിക്ക് ഫോൺ എന്തായാലും നന്നാക്കണം. എൻ്റെ കയ്യിൽ പൈസയില്ല അമ്മച്ചി. അവസാനമായി അവനോട് ഒന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഈ ബന്ധം നിർത്തിയിരിക്കും. റോസ് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ നാൻസി ചെറുതായി അതിലൊന്ന് വീണു. വേഗം മുറിയിലേക്ക് കയറി തൻ്റെ അലമാരിയിൽ നിന്നും 1000-ൻ്റെ 2 നോട്ടുകളെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇതുകൊണ്ട് പറ്റുമെങ്കിൽ പോയി നന്നാക്ക്. ബാക്കി ചെലവാക്കരുത്, ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നോണം, അമ്മച്ചി പറഞ്ഞപ്പോൾ റോസ് വേഗം പൈസ കയ്യിലെടുത്തു. അന്ന് പതിവിലും നേരത്തെ തന്നെ റോസ് കോളേജിൽ ലക്ഷ്യമാക്കി നടന്നു. കോളേജിൽ പോകുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള മൊബൈൽ കടയിൽ തന്നെ ഫോൺ കൊടുത്തിട്ടാണ് അവൾ പോകുന്നത്. ഉച്ചയ്ക്ക് ബ്രേക്കിൽ അശ്വതി കെട്ടിപ്പിടിച്ച് കരയുകയാണ് അവൾ. സാരമില്ല, ഞാൻ ഇതൊക്കെ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. ഇത്രയും ദിവസം വരെ ഇത് പോകുമെന്ന് പോലും ഞാൻ മനസ്സിൽ കരുതിയിട്ടില്ല, അവൾ പറഞ്ഞു. എനിക്ക് അവനോട് അവസാനമായി സംസാരിക്കണം. അവൻ എന്നെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാവും, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് പോയി ഫോൺ മേടിക്കാം, നീ സംസാരിക്കുക, അച്ചു പറഞ്ഞു. വൈകുന്നേരം ക്ലാസ് വിട്ട് അവർ രണ്ടുപേരും നേരെ പോയത് പാർക്കിലായിരുന്നു. കയ്യിൽ നന്നാക്കി വാങ്ങിയ ഫോണുമുണ്ട്. സിം കാർഡ് ഇട്ട് ഉടനെ അവൾ അമീറിനെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് അവൻ ഫോൺ എടുത്തു. ഹലോ, എവിടെയായിരുന്നു? എത്ര ഞാൻ വിളിച്ചു? ഒരു മെസ്സേജെങ്കിലും ഇട്ടൂടെ? ഇത്രയ്ക്ക് തിരക്കാണോ നിനക്ക്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് റോസമ്മേ. എൻ്റെ മുമ്പിൽ കിട്ടിയ നിന്നെ ഞാൻ എന്താ ചെയ്യാ അറിയില്ല, അമി ഗൗരവത്തിൽ പറഞ്ഞു. റോസൊന്നും മിണ്ടിയില്ല. അച്ചു എല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ്.
റോസ് മൗനമാണ് എന്ന് കേട്ടതും ആമി കുറച്ച് മയത്തിലായി. ഉണ്ടപ്പക്രോ പിണങ്ങിയോ? സ്നേഹം കൊണ്ടല്ലേ? എനിക്കിന്നലെ ഒരുപാട് മിസ്സായിടാ. നീ ഒന്ന് പറയും പോലും ചെയ്തില്ലല്ലോ. രാത്രി ഫുൾ ഞാൻ മൂഡ് ഓഫ് ആയിരുന്നു. സാരമില്ല പോട്ടെ, കൊച്ചു പിണങ്ങാൻ നിൽക്കേണ്ട. ഒരു ഉമ്മതാ, നിന്റെ അമ്മ ക്ഷമിക്കും. വേഗന്താ. അവൻ കുഞ്ചി. അമ്മി. അവൾ നിറയുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് മനസ്സ് കല്ലായിക്കൊണ്ട് നിന്നു. എന്താടി? അവൻ സ്നേഹത്താൽ വിളികേട്ടു. ഈ ബന്ധം ശരിയാവില്ല അമ്മി. എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. റോസ് പറഞ്ഞതും മറുഭാഗത്ത് മൗനമായിരുന്നു. അമ്മി. അവൾ ഒന്നുകൂടി വിളിച്ചു. വട്ടി കളിപ്പിക്കാൻ വിളിച്ചതാണോ റോസേ? മതി. ഞാൻ അറിയാതെ ദേഷ്യപ്പെട്ടതാണ്. അതിനിങ്ങനെ എൻ്റെ ചങ്കിൽ കുത്തുന്ന വർത്തമാനം ഒന്നും പറയണ്ട, അമ്മി പറഞ്ഞു. അല്ല, എനിക്ക് താല്പര്യമില്ല നിന്നെ, അവൾ അറുത്തു മുറിച്ചുകൊണ്ട് പറഞ്ഞത് അമ്മി ഞെട്ടിപ്പോയിരുന്നു. എന്ത്? എന്താ നീ പറഞ്ഞത്? ഒന്നുകൂടി പറഞ്ഞേ, അമീർ ചോദിച്ചു. പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്കൊരു നേരം പോക്കായിരുന്നു എല്ലാം. നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നിന്നെ വേണമായിരുന്നു. ഇനി നിന്നെ വേണ്ട. അവൾ പറഞ്ഞത് കേട്ട് അമീറിൻ്റെ ഹൃദയം ഒരു വേള മിടിക്കാൻ തന്നെ മറന്നുപോയി. അശ്വതി ഞെട്ടലോടെ അവളെ നോക്കി. അവനെ ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാരണം പറയുമെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. റോസേ, തമാശ വേണ്ട. എനിക്ക് താങ്ങില്ല. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകും. ഇങ്ങനെയൊന്നും പറയരുത്. അവൻ കരയുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. തമാശയോ? നീ എന്താ കരുതിയത്? അന്യമതത്തിൽപ്പെട്ട നിന്നെയും പ്രണയിച്ച് വീട്ടുകാരെയും വെറുപ്പിച്ച് ഞാൻ നിന്റെ കൂടെ വരുമെന്നോ? എന്നിട്ട് ഈ ന്യൂസ് പേപ്പറിലെല്ലാം കാണുന്ന പോലെ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാനല്ലേ? എനിക്ക് സൗകര്യമില്ല. അവൾ ശ്വാസം പോലും എടുക്കാതെ ഒറ്റവാക്കിൽ പറഞ്ഞതും അമീർ ശ്വാസം പോലും വിടാതെ കേൾക്കുകയായിരുന്നു. നീ എന്താ പറയുന്നേ? ഞാൻ എപ്പോഴും നിന്നോട് മതമറം പറഞ്ഞത്? ഞാൻ നിന്നെ നീയായിട്ടാണ് സ്നേഹിച്ചത്. ഒരിക്കലും ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല. നീ വേറെ ആരോ എന്തോ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ട് പറയുകയാണ്. നീ ഓക്കെ ആണോ റോസേ? ഞാൻ അങ്ങോട്ടേക്ക് വരണോ? നേരിട്ട് വന്ന് സംസാരിക്കണോ? അമീർ വെപ്രാളത്തിൽ പറഞ്ഞു. നേരിട്ട് വന്നിട്ട് എന്തിനാ? നിന്റെ ആവശ്യത്തിന് എന്നെ ഉപയോഗിക്കാനോ? അവൾ പറഞ്ഞതും അമീർ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി. റോസ്, നീ ലിമിറ്റ് വിടുന്നു. ആരെന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് നീ ഇങ്ങനെ എന്നോട് പറയുന്നത്? എനിക്കറിയാം. നിന്റെ കണ്ണിൽ ഞാൻ കണ്ട പ്രണയം സത്യമാണ്. നീ ആർക്കോ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, അമി ദേഷ്യത്തിൽ പറഞ്ഞു. എങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ നിന്നെ പ്രണയിച്ചിട്ടില്ല. എൻ്റെ വെറും നേരം പോക്കായിരുന്നു നീ. നിന്നെപ്പോലെ ചെറിയ ചേട് ചെക്കനെ പ്രേമിച്ചു കളയാനുള്ളതല്ല എൻ്റെ ലൈഫ്. എൻ്റെ പഠിത്തം കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അബ്രോഡ് പോയി സെറ്റിലാവും. ഞങ്ങളുടെ സഭയിലുള്ള ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിക്കും. ഇതിൻ്റെ ഇടയിൽ നിന്നോടുള്ള പ്രണയമൊന്നും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അവൾ പറഞ്ഞു തീർന്നതും അമ്മ ഒറ്റ പൊട്ടിക്കരച്ചിലായിരുന്നു. അവൻ്റെ കരച്ചു കേട്ട റോസ് അച്ചു മുഖത്തോട് മുഖം നോക്കി. റോസ് വാപത്തി പിടിച്ചു. അച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. എന്നെ ഇട്ടിട്ട് പോവല്ലേ പെണ്ണേ. ഞാൻ ആഗ്രഹിച്ചു പോയി. പ്രായം അതൊന്നും നോക്കല്ലേ പെണ്ണേ. ഞാൻ ജോലി വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നിന്നെ വിവാഹം കഴിക്കും. ഇപ്പോൾ എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. എൻ്റെ കയ്യിൽ +2 സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് സെറ്റിലാവുന്നവരെ കാത്തു നിൽക്ക്. അല്ലെങ്കിൽ വേണ്ട. നാളെ ഞാൻ കോട്ടയത്തേക്ക് ട്രെയിനിൽ കയറാം. എനിക്ക് നിന്നെ കാണണം, അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു തീർത്തു. നിർത്തുന്നുണ്ടോ നിന്റെ കള്ളക്കരച്ചിൽ? ഇതൊക്കെ ഒരു ഫണ്ണായി എടുക്കണം. അല്ലാതെ ആരോടെങ്കിലും അടുപ്പം കാണിച്ച ഉടനെ അവരെ കല്യാണം കഴിക്കാൻ പോകുമോ നീ? അതിനെങ്ങനെയാ? പക്വത വേണ്ടേ? 17ൻ്റെ ബുദ്ധിയും 30ൻ്റെ ശരീരവും, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. നിർത്തടി. എന്താടി ഞാൻ തമാശയായി കാണേണ്ടത്? ആദ്യമായിട്ട് ഞാൻ തൊട്ട പെണ്ണ് നീയാ. കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും എല്ലാം എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കും എന്ന് ഉറപ്പിച്ചാ. ഞാൻ മനസ്സ് വിചാരിച്ചുവെങ്കിൽ നിന്നെ ഞാൻ എല്ലാ രീതിയിലും എൻ്റെ സ്വന്തമാക്കിയനെ. നീ അതിന് നിന്ന് തരും. അത്രയ്ക്ക് നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചിരുന്നു. അങ്ങനെയൊരു തെറ്റ് ചെയ്യാതെ നിന്നെ ഞാൻ പ്രണയിച്ചതാണോ എൻ്റെ പക്വതക്കുറവ്? അവൻ ദേഷ്യത്തിൽ മുരണ്ടു. എനിക്കൊന്നും പറയാനില്ല. അമ്മി എന്നെ വിളിക്കരുത്. ഒരിക്കലും എന്നെ കാണാൻ വരരുത്. എനിക്ക് എന്നെക്കാൾ പ്രായം കുറഞ്ഞ അന്യനാട്ടിലുള്ള ഒരു മുസ്ലിം ചെക്കനെ പ്രേമിച്ച് ജീവിതം കളയാൻ സമയമില്ല. സോറി, എല്ലാം തമാശയായി കാണണം. അവൾ പറഞ്ഞു തീർന്നതും അമ്മി വീണ്ടും പൊട്ടിക്കരഞ്ഞു. പോവല്ലേ പ്ലീസ്, കാല് പിടിക്കാം. അവൻ ചങ്ക് പൊട്ടി കരയുന്നത് കേട്ടിട്ട് അച്ചുവിന് പോലും സഹിക്കാൻ പറ്റിയില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്കിഷ്ടമല്ല നിന്നെ. നാട്ടിൽ വേറെ പെൺകുട്ടികളില്ലാത്ത പോലെ ഇനി എൻ്റെ പുറകെ വന്നാൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കും ഞാൻ. ശല്യം. ആരെങ്കിലും സ്നേഹത്തോടെ സംസാരിച്ച പ്രണയമാണെന്ന് കരുതിക്കോണം. ഇനി വിളിച്ചാൽ ഉണ്ടല്ലോ. സ്വന്തം കാര്യം നോക്കി ജീവിതം രക്ഷപ്പെടുത്താൻ നോക്ക്. അല്ലാതെ എന്നെ വിളിക്കാൻ നിൽക്കാതെ, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. റോസ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അവൻ പൊട്ടിക്കരഞ്ഞതും അവൾ ഫോൺ കട്ട് ചെയ്തു. നിലത്തേക്ക് ഇരുന്നുകൊണ്ട് അമീർ പൊട്ടിക്കരഞ്ഞു. അവനിപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ തന്നെ അവൾ ഒരു തമാശയെ കണ്ടുവെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ അവന് തലവേദനിച്ചു. ദേഷ്യത്തിൽ മുടിയും ചുരുട്ടിപ്പിടിച്ച് അവൻ ബാൽക്കണിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ റോസിൻ്റെ അവസ്ഥ മറിച്ചായിരുന്നു. ഇത്രയും നേരം ഗൗരവത്തിൽ പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്ത ഉടനെ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു.
ഇത്രയും പറയേണ്ടിയില്ലേ റോസ്? ആ ചെറുക്കൻ്റെ കരച്ചിൽ കേട്ടിട്ട് ചങ്ക് വേദനിക്കുന്നു, അച്ചു പറഞ്ഞു. ഞാൻ ബൈബിളിൻ്റെ പുറത്ത് സത്യം ചെയ്തു പോയി. അപ്പനും അമ്മയുമാണ് കാരണമെന്ന് പറഞ്ഞാൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കും. അവൻ്റെ മുമ്പിൽ സ്വയം മോശമാവുകയല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ അവനെ ഒരുപാട് വേദനിപ്പിച്ചു. അവന് ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ഇപ്പോൾ എന്നെയായിരിക്കും. ഞാനൊരു ചീത്ത പെണ്ണായി. തമാശയ്ക്ക് അവനെ പ്രണയിച്ച് ചതിച്ച പെണ്ണ്. അവൻ്റെ ശാപം തലയ്ക്ക് ചുറ്റും ഉണ്ടാവുമല്ലേ? വിങ്ങിപ്പൊട്ടി കരയുന്ന അവളെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അച്ചുവേഗം അവളെ പൊതിഞ്ഞു പിടിച്ചു. കരയല്ലേ, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഒരുപക്ഷെ നിങ്ങളെ ഇത്രയും ദൂരം ആയത് നന്നായി. അവനെങ്ങാനും ഇനി വാശിപ്പുറത്ത് ഇങ്ങോട്ടേക്ക് വരുമോ? അവൾ ചോദിച്ചു. ഇല്ല, അമീർ ഒരിക്കലും എന്നെ അന്വേഷിച്ചു വരില്ല. അവൻ്റെ വാശി എന്താണെന്ന് എനിക്കറിയാം. അവനിപ്പോൾ ലോകത്തിൽ തന്നെ എന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. അവനിനി കൂടുതൽ വാശിയിൽ ജീവിക്കും. ഒരിക്കലും ഒരു പെണ്ണിനെയോ പ്രണയത്തിനെയും വിശ്വസിക്കില്ല. ഞാൻ അതില്ലാണ്ടാക്കി. അവൾ വീണ്ടും പൊട്ടിക്കരഞ്ഞു. അച്ചു ഒന്നും മിണ്ടിയില്ല. തിരിച്ചു നടന്നു പോകുമ്പോൾ പാർക്കിൻ്റെ സൈഡിലായുള്ള വേസ്റ്റ് ബിന്നിൽ തൻ്റെ ഫോണിൽ നിന്ന് സിമ്മൂരി എറിയുന്ന അവളെ അത്ഭുതത്തിൽ നോക്കി. അമീർ ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ തിരിച്ചു വരരുത് എന്ന് റോസ് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഹൃദയം വേണോ എന്ന് വാശി പിടിക്കുന്നു, തലച്ചോറ് വേണ്ട എന്ന് പറയുന്നു. തിരിച്ചു വീട്ടിൽ കയറുമ്പോൾ അവൾ അമ്മച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുത്തു. എനിക്കിനി ഈ ഫോൺ വേണ്ട. അത്രയും പറഞ്ഞ് മുറിയിലേക്ക് കയറിയ പെണ്ണിനെ അവർ അസ്വസ്ഥതയോടെ നോക്കി.